ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും വരെ ഞങ്ങൾ ഈ സമരം തുടർന്നു പോകും. കാരണം ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള അടിസ്ഥാന തൊഴിലാളി വർഗ്ഗങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഓട്ടോറിക്ഷ സഹോദരന്മാരുണ്ട്, മറ്റു ജീവനക്കാരുണ്ട്, പൊതു കച്ചവടക്കാരുണ്ട്. അവരൊക്കെയും പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നേടിയെടുത്തേ ഇവിടെ നിന്ന് പോകാവൂ എന്ന്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ന്യായമാണ്. ഞങ്ങൾ അന്യായമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല, ലക്ഷോപലക്ഷങ്ങൾ ചോദിക്കുന്നില്ല. മാന്യമായി ജീവിക്കാനൊരു തുക, പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർക്കൊരു പെൻഷൻ തുക അനുവദിക്കുക, അതുപോലെ അവർക്കൊരു പെൻഷൻ ആനുകൂല്യമായി ഒരു 5 ലക്ഷം രൂപ മിനിമം കൊടുക്കുത്തു വിടുക. കാരണം നമുക്കറിയാം ഈ കേരള സമൂഹത്തിൽ ഇപ്പോൾ വൃദ്ധ മാതാപിതാക്കളെ ഒന്നും മക്കൾ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു വരുമാനം കിട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും നമ്മുടെ നല്ല ജീവിതകാലം മൊത്തം ആരോഗ്യവകുപ്പിന് വേണ്ടി പണിയെടുത്തിട്ട് ഞങ്ങളെ പരിഗണിക്കാൻ വേണ്ടി മറ്റു മാനദണ്ഡം ഒന്നും നോക്കണ്ട. അവർ പറഞ്ഞതാണ് ഞങ്ങൾ കോവിഡ് പോരാളികളാണെന്ന്. എനിക്ക് 2 തവണ കോവിഡ് വന്നു. എനിക്കിപ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്. എൻ്റെ തൊണ്ടയും എൻ്റെ വയറും ഒക്കെ പുണ്ണായി. അത് അൾസറിൻ്റെ ഇതായാലും വ്യാപിച്ചത്. ഭക്ഷണമില്ല സമയത്ത്, ഒത്തിരി കാര്യങ്ങൾ നടക്കണം. ഞങ്ങളെ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബജറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു തുക മാറ്റിവെക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അതിൽ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. എന്നിട്ട് സമരം ചെയ്യുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സ്ത്രീകളെ ബുദ്ധിയില്ലാത്തവരെന്നും ഇളക്കി തിരിച്ചു വിട്ടതെന്നൊക്കെ പറയുമ്പോഴേ, അനാവശ്യ സമരമെന്ന് പറയുമ്പോഴേ വളരെ പ്രതിഷേധമുണ്ട് സാർ, വളരെ പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ പേര് പറഞ്ഞാൽ ഇവർ WHO പോയി അംഗീകാരം നേടി വന്നത്. ഈ ചുരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ഞങ്ങളെപ്പോലുള്ളൊരു ആശാ വർക്കറാണ് മണ്ണിനടിയിൽ കിടന്ന ശരീര അവശിഷ്ടങ്ങളിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങളിൽ നിന്നും വ്യക്തികളെ തിരിച്ചറിഞ്ഞത്. ഞങ്ങളെ ആശാപ്രവർത്തകർക്ക് ഞങ്ങളുടെ സമൂഹത്തിലെ ആളുകളെ അറിയാം, വീടുകളിലുള്ളവരെ അറിയാം, കുഞ്ഞുമക്കളെ അറിയാം, വൃദ്ധരെ അറിയാം. ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നവരാണ്. ഞങ്ങൾ ഈ പൊരിവെയിൽ കൊണ്ട് പണിയെടുക്കുന്നവരായതുകൊണ്ടാണ് സാർ ഈ 10 ദിവസം ഈ വെയിൽ കൊള്ളരുത്, 10-11 മണി തൊട്ട് 3 മണി വരെ വെയിൽ കൊള്ളരുതെന്ന് സർക്കാർ തന്നെ ഉത്തരവിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പൊരിവെയിലത്തിന് സമരം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.